ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലിലാണ്. നിങ്ങളുടെ മൊബൈലിലും ഈ സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാനിവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ സെർച്ച് ബാർ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഹൈഡ് ആപ്സ് എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഹൈഡ് ആപ്സ് ഓൺ ഹോം സ്ക്രീൻ ആപ്സ് സ്ക്രീൻസ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഹൈഡ് ആപ്സ് ഓൺ ഹോം സ്ക്രീൻ ആൻഡ് ആപ്സ് സ്ക്രീൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സപ്പ് തിരഞ്ഞെടുക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഹോം സ്ക്രീനിൽ കാണിച്ചു തരാം. ഇവിടെ ഞാൻ വാട്സപ്പും പ്ലേ സ്റ്റോറും യൂട്യൂബും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഹൈഡാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഞാനിവിടെ വാട്സാപ്പ് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പം വാട്സാപ്പ് ഞാനിവിടെ തിരഞ്ഞെടുത്തു. ഓക്കെ, അതിപ്പം മുകളിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഞാനിവിടെ യൂട്യൂബും കൂടി തിരഞ്ഞെടുക്കുകയാണ്. യൂട്യൂബ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് യൂട്യൂബും ഞാൻ തിരഞ്ഞെടുത്തു. ഇത് രണ്ടും തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ ഞാനിവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ബാക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ നേരത്തെ യൂട്യൂബും വാട്സാപ്പും ഉണ്ടായിരുന്നു. പ്ലേ സ്റ്റോർ ഇവിടെ ബാക്കിയുണ്ട്. മറ്റു രണ്ടും കാണാനില്ല. നമുക്ക് എവിടെ പോയി തിരഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വാട്സാപ്പും യൂട്യൂബും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. അതും നമുക്ക് ഇതേ ഓപ്ഷനിൽ പോകാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഓപ്ഷൻ നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഹൈഡായി കിടക്കുന്ന 2 ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അവസാനം ഈ 2 ആപ്ലിക്കേഷൻസുകളും വന്നിട്ടുണ്ടാകും. നമുക്കത് വീണ്ടും ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ ഇങ്ങനെയുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ തന്നെയുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.